C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അടുത്ത ദിവസം എന്റെ ഫ്രണ്ടിന്റെ മാരേജാ. അതിന്റെ വെച്ച് വിളമ്പല് കുടുംബശ്രീക്കാർ ഏറ്റെടുക്കുമെന്ന് അറിയാൻ വേണ്ടിയാ. എനിക്കത് അമ്മയോട് ചോദിക്കണം. നിക്ക്, ശാരദാമ്മയോട് ചോദിച്ചാ വേണ്ടെന്ന് പറയില്ല. ശാരദാമ്മയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. ദാ അവിടെ നിപ്പുണ്ട്. എന്താടി വെച്ച് വിളമ്പൽ ഏറ്റെടുത്തോ ഇവള്? വെച്ച് വിളമ്പാനും ഇലയെടുക്കാനും മാത്രമല്ല, ഇലവടിച്ച് നക്കാനും നിൽക്കും ഇവളും ഇവളുടെ വീട്ടുകാരും. അതാ കുടുംബം. വിഷ്ണുവേട്ടന്റെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറിയ അട്ട തോണ്ടിയെടുത്ത് കളയാൻ ഞാൻ കുറെ പാടുപെട്ടു. പക്ഷേ ലോകനീതി ഉണ്ടല്ലോ, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാലേ കിടക്കില്ലത്. അത് വീണ്ടും പൊട്ടക്കുളത്തിലേക്ക്. സിവിൽ സർവീസ് കൊതിച്ചു നടക്കുന്ന ശാലിനിയുടെയും ഗതി അത് തന്നെയാ. ഇവൾക്കുള്ള സിവിൽ സർവീസ് എന്ന് പറയുന്നതേ എച്ചിലല എടുക്കുന്നത് തന്നെ. നീ വാടി. എന്താടി? ഇത്രയേ ഉള്ളൂ സുസ്മിതേ. നീ ഞാനൊന്ന് ഞൊടിച്ചാ അവിടെ നിൽക്കും. ഇപ്പോഴും സുസ്മിതയ്ക്ക് മേലെ തന്നെയാ ശാലിനി. പിന്നെ ചായക്കടക്കാരിയുടെ മോളെന്ന ലേബല് ഞാനങ്ങ് മാറ്റി. സത്യഭാമയുടെ മകൻ വിഷ്ണു കൂടി മാപ്പിരക്കാൻ, അല്ലെങ്കിൽ ശിക്ഷ ഭീകരമായിരിക്കും. ദേവിയുടെ അല്ല, ശാലിനിയുടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.